കോളേജ് കേസിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി വീണ ടി വീണ്ടും ഇ.ഡി. ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. ഇത് രണ്ടാം തവണയാണ് വീണ ടി ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ ടിയെ ചോദ്യം ചെയ്തിരുന്നു. വീണ്ടും ഒരു ചോദ്യം ചെയ്യൽ ഇതിന് ഉണ്ടായിരിക്കുമെന്ന് നേരത്തെ തന്നെ ഇ.ഡി. അറിയിച്ചതാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഇ.ഡി. ഓഫീസിലേക്ക് വീണ ടി എത്തിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയാണ് SFIO രേഖകളൊക്കെ ഇ.ഡിക്ക് കിട്ടിയത്. ഇനി ഇതും കൂടി വെച്ചുള്ള ചോദ്യം ചെയ്യലാവും ഇന്നൊരു പക്ഷേ നടക്കുക. സഹിൻ ആന്റണി വിവരങ്ങളുമായിട്ടുണ്ട്. സഹിൻ, ഞാനിപ്പോൾ കുറച്ചു മുൻപ് പറഞ്ഞ പോലെ SFIO രേഖകൾ കൈമാറിയിട്ടുണ്ട് ഇ.ഡിക്ക്. അപ്പോൾ ചോദ്യം ചെയ്യലിന്, രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിന് കുറച്ചും കൂടി ബലം കൂടും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കരുതേണ്ടി വരും സേതു. കാരണം SFIയുടെ രേഖകൾ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചത്. അതിനുശേഷം വീണ ടിയെ ചോദ്യം ചെയ്യാൻ 29-ാം തീയതിയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇന്ന് വീണ ടി ഹാജരാകുകയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ ടി ഇന്ന് ഹാജരായിരിക്കുന്നത്. അവർ ഭർത്താവ് മുഹമ്മദ് റിയാസിനോടൊപ്പമാണ് എത്തിയിരിക്കുന്നതും. ഇന്ന് വീണ ടിയെ ഓഫീസിലാക്കിയ ശേഷം മുഹമ്മദ് റിയാസ് മറ്റൊരിടത്തേക്ക് പോകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ കഴിഞ്ഞ ആഴ്ച വീണ ടിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. അന്ന് ഏറെക്കുറെ 9 മണിക്കൂറോളമാണ് വീണ ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ചെലവഴിക്കേണ്ടി വന്നതും. 7.5 മണിക്കൂറോളം അവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും 29-ാം തീയതി ചോദ്യം ചെയ്യാനായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അത് ഇത്തിരി നേരത്തെ കൂടി ആയിരിക്കുന്നു. ഇന്ന് അല്പനേരം മുൻപാണ് വീണ ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിലേക്ക് എത്തിയത്. അവരുടെ ചോദ്യം ചെയ്യൽ അല്പനേരത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുകയും ചെയ്യും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 4ാം യൂണിറ്റാണ് വീണ ടിയെ ചോദ്യം ചെയ്യുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ ടിയെ ചോദ്യം ചെയ്യും. ഇത് 3ാം തവണയാണ്. നേരത്തെ ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി വീണ ടിയുടെ ഉൾപ്പെടെയുള്ള 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. തൊട്ട് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അവരെ ചോദ്യം ചെയ്തത് അവരെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു. അതിനുശേഷം വീണ ടിയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒട്ടും തൃപ്തികരമല്ലായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത്. അത് 29-ാം തീയതി വരെ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനമായിരുന്നു ഇ.ഡിക്കുണ്ടായിരുന്നെങ്കിലും അതിലൊരു മാറ്റം വന്നിരിക്കുന്നു. ഇന്ന് രാവിലെ വീണ ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരായിരിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അവർക്ക് അന്ന് എത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് തിങ്കളാഴ്ചയായിരുന്നു അവർ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നത്. സഹിൻ, കഴിഞ്ഞ തവണ വീണ ടിയെ 10 മണിക്കൂറിലധികമാണ് ഇ.ഡി ചോദ്യം ചെയ്തത്. അന്ന് നമുക്ക് മനസ്സിലാക്കുന്ന വിവരങ്ങളനുസരിച്ച് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് 100-ലേറെ ചോദ്യങ്ങൾ ഇ.ഡി ചോദിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇന്ന് ഈ SFIO രേഖകൾ കൂടി കൈവശമുള്ള സ്ഥിതിക്ക് ചോദ്യങ്ങളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ടോ? മണിക്കൂറുകൾ നീളാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ചോദ്യങ്ങളുടെ എണ്ണവും കൂടും. വീണ ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ദുഷ്കരമായിരിക്കും. കാരണം SFIO രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയിട്ടുണ്ട്. ആ SFIO രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ. അത് ദുഷ്കരമായ ചോദ്യം ചെയ്യലായിരിക്കും. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ അന്ന് പല ചോദ്യങ്ങൾക്കും വീണ ടി കൃത്യമായ മറുപടി പറഞ്ഞിരുന്നില്ല. ഓർമ്മയില്ല, അറിയില്ല, അതങ്ങനെയല്ലായിരുന്നു, ഓഫീസിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിൽ പലതിനെക്കുറിച്ചും തനിക്ക് അറിയില്ല എന്നുള്ളതായിരുന്നു വീണ ടിയുടെ മറുപടിയായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്ക് വീണ ടിയുടെ മറുപടികൾ തൃപ്തികരമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഹാജരാകാൻ വീണ ടിയോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു വീണ ടിക്ക് വീണ്ടും ഹാജരാവേണ്ടി വന്നതും. എന്തായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ദിവസമായിരിക്കും ഇന്നത്തേത്. പ്രത്യേകിച്ചും SFIയുടെ 134 രേഖകൾ, 28,000-ഓളം പേജുകളുള്ള 134 രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ, പൂർണ്ണമായ വിവരങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിവരങ്ങളുടെയും ആ രേഖകളുടെയും എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോകുക. കഴിഞ്ഞ ദിവസം വീണ ടിയെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ വീണ ടി കൊണ്ടുവന്ന മൊബൈൽ ഫോൺ പോലും അന്ന് സാധാരണ ഒരു മൊബൈൽ ഫോണായിരുന്നു കൊണ്ടുവന്നത്. കീപാഡിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ഫോണായിരുന്നു കൊണ്ടുവന്നത്. അന്ന് ഉദ്യോഗസ്ഥർ വീണ ടിയോട് ചോദിച്ചിരുന്നു, ഇത് ഇന്നലെ വാങ്ങിയതാണല്ലേ, തലേന്ന് രാത്രി വാങ്ങിയതാണല്ലേ, എന്തുകൊണ്ടാണ് സാധാരണ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ കൊണ്ടുവരാതിരുന്നത്? അതായത് വാട്സപ്പോ മറ്റ് നവമാധ്യമങ്ങളോ ഒന്നുമില്ലാത്ത കീപാഡിൽ പ്രവർത്തിക്കുന്ന ഒരു മൊബൈൽ ഫോണുമായിട്ടായിരുന്നു വീണ ടി കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തിയിരുന്നത്. അന്ന് ഉദ്യോഗസ്ഥരുടെ ചോദ്യം
ചെയ്യലിനിടയിൽ ഉദ്യോഗസ്ഥർ തന്നെ വീണ ടിയോട് ചോദിച്ചിരുന്നു, ഇത് ഈ മൊബൈൽ ഫോൺ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണല്ലേ എന്നുള്ള ചോദ്യം പോലും ഉദ്യോഗസ്ഥർക്ക് ചോദിക്കേണ്ടതായി വന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ വീണ ടിയെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായിരിക്കും. പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥരുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകും, ശക്തമായ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. പ്രത്യേകിച്ചും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ SFIOയുടെ വിവിധ രേഖകൾ 134ഓളം രേഖകൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവരൊട്ടും പിന്നോട്ട് പോകാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. കഴിഞ്ഞ ദിവസം 7.5 മണിക്കൂർ 9 മണിക്കൂറോളം വീണ ടിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ചിലവഴിക്കേണ്ടി വന്നു. അതിൽ 7.5 മണിക്കൂറും ശക്തമായ ചോദ്യം ചെയ്യൽ ശരി സഹീം, എക്സാലോജിക്ക് നൽകിയ IT സേവനങ്ങൾക്കുള്ള പ്രതിഫലം എന്ന നിലയിൽ 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ CMRL 1.72 കോടി രൂപ നൽകിയെന്നും എന്നാൽ കമ്പനിക്ക് അത്തരം സേവനങ്ങളൊന്നും നൽകിയിരുന്നില്ല എന്നുള്ളതുമാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. ഇതിനെ തുടർന്നാണ് ഈ നടപടികളൊക്കെ തുടങ്ങിയത്. പിന്നീടാണ് ഈ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, നമ്മൾ ഈ പറയുന്ന SFIO സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം ആരംഭിച്ചത്. അതിന് പിന്നാലെയാണ് PMLA ആക്ട് പ്രകാരം ED കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇന്നലെ SFIO രേഖകളൊക്കെ EDക്ക് കിട്ടിയിരുന്നു.